പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഒരു കുഞ്ഞിന്റെ മുഖം നേരെയാക്കേണ്ടത് മാതാപിതാക്കളാണ്. ഒരു സംഭവകഥ നിങ്ങളോട് ഞാൻ പറയാം. ഒരു ബിസിനസ്സുകാരൻ തന്റെ ബിസിനസ് ഒക്കെ കഴിഞ്ഞ് തന്റെ വീട്ടിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. 4 വയസ്സുള്ള ഒരു മകനുണ്ട്. ആ മകൻ അന്ന് സ്കൂളിൽ പോയിട്ട് താൻ വരച്ച പടങ്ങളും താൻ ചെയ്ത പഠന കാര്യങ്ങളൊക്കെ തന്റെ പിതാവിനെ പറഞ്ഞു കേൾപ്പിക്കുവാനായിട്ട് അടുത്തോട്ട് വന്നു. പക്ഷെ പിതാവ് അന്ന് തിരക്കിലായിരുന്നു. പിതാവ് ബിസിനസിന്റെ കണക്കുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിതാവ് തന്റെ മകനോട് പറഞ്ഞു, മോനെ, ഇപ്പോൾ എനിക്ക് സമയമില്ല, പിന്നീട് വാ. പക്ഷേ ആ മകൻ തന്റെ പിതാവിനെ തട്ടിക്കൊണ്ടിരുന്നു, തന്റെ അച്ഛനെ ഇങ്ങനെ തട്ടിക്കൊണ്ടിരുന്നു. അവസാനം ആ പിതാവ് മകന്റെ ശല്യം സഹിക്കവയ്യാഞ്ഞ് മകനോട് പറയുകയാണ്, മോൻ, ഞാനൊരു ജോലി തരാം. ആ ജോലി മോൻ ശരിയാക്കിക്കൊണ്ട് വന്നാൽ മോന് ഞാൻ ഒരു പെട്ടി ചോക്ലേറ്റ് തരാം. അവിടെ ഇരുന്ന ഒരു ഭൂമിയുടെ പടമെടുത്ത് പല തുണ്ടുകളായിട്ട് കീറിയിട്ട് ഈ മകന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, 4 വയസ്സുള്ള കുഞ്ഞാണെന്ന് ഓർമ്മ വേണം. ഈ ഭൂമിയുടെ പടം നേരെയാക്കിക്കൊണ്ട് വന്നാൽ മോന് ഞാൻ ഒരു പെട്ടി ചോക്ലേറ്റ് വാങ്ങിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ആ മകൻ അപ്പുറത്തേക്ക് മാറിയിരുന്നു. ഒരു 2-3 മിനിറ്റുകൾക്കകം ഭൂമിയുടെ പടം നേരെയാക്കി തന്റെ അച്ഛന്റെ കയ്യിലേക്ക് കൊണ്ടു കൊടുത്തു. ആ പിതാവ് അത്ഭുതത്തോടെ നോക്കി. ഇതെങ്ങനെ 4 വയസ്സുള്ള മകൻ ഇത് സാധിച്ചു? ആ മകൻ ചിരിച്ചുകൊണ്ട് അതിന്റെ മറുവശം കാണിച്ചു. മറുവശത്ത് ഒരു കുഞ്ഞിന്റെ മുഖമായിരുന്നു. ആ കുഞ്ഞിന്റെ മുഖം നേരെയാക്കി കഴിഞ്ഞപ്പോൾ ഭൂമിയുടെ പടം തന്നെ നേരെയായി കഴിഞ്ഞു. പ്രിയ മാതാപിതാക്കളെ, നമ്മുടെ ഭവനത്തിൽ കുഞ്ഞുങ്ങളുടെ മുഖം നേരെയാക്കാൻ നമ്മൾ ആദ്യ പരിഗണന കൊടുക്കണം. അവനോടൊപ്പം ഇരുന്നു കൊണ്ട് അവനോട് സംസാരിച്ച് അവനെ നല്ല ശീലങ്ങൾ പറഞ്ഞു കൊടുത്ത് അവന്റെ ജീവിതത്തിൽ കൈപിടിച്ചുയർത്തേണ്ട ഒരു കടമ മാതാപിതാക്കൾക്കാണ്. നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കാം. നല്ല ഒരു തലമുറയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ചിരിക്കാം. ഇന്നത്തെ കുഞ്ഞാണ് നാളെ ഈ സമൂഹത്തെ നയിക്കേണ്ടത്, നമ്മുടെ കുടുംബനാഥനായി വരേണ്ടത്. ആ കുഞ്ഞിനെ നേരായ മാർഗത്തിലൂടെ അവർക്ക് വേണ്ടി സമയം ചെലവിട്ടുകൊണ്ട് അവരെ നല്ല കുഞ്ഞുങ്ങളാക്കി തീർക്കുവാൻ നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം.